ഹായ്, ഇന്ന് നമുക്കൊരു ഡൂഡിൽ ആർട്ട് ആയാലോ? കുറേ ദിവസമാണ് കേട്ടോ അത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണേ. പക്ഷേ ഓഫീസിൽ പോക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ സമയം കിട്ടാറില്ല. അത് മാത്രമല്ല, ഞാൻ ഈ ബുക്കും പെന്നൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയല്ല, എന്നാലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ വലുതായി, നമ്മൾ ഓഫീസ് വർക്കും എല്ലാ കാര്യങ്ങളുടെ ഇടയിലൊന്നും ഇതൊന്നും ചെയ്യാനായിട്ടൊരു സമയം കിട്ടാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്ന് ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഇരിക്കും എന്നറിയാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഇതിനുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ തെറ്റിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ച് അതൊക്കെ ഒന്ന് മാച്ച് കളഞ്ഞ് അതിൻ്റെ ആ ഒരു പാടുണ്ടാവുമല്ലോ അതുമ്മക്കൂടെയാണ് ചെയ്തത് കേട്ടോ. ഇതിങ്ങനെ സ്പീഡിലിട്ട് കാണാൻ നല്ല രസമാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കണ പോലെ തോന്നും. പക്ഷേ ഇത് വരച്ചെടുക്കാൻ എൻ്റെ പൊന്നേ കുറേ സമയം എടുക്കും കേട്ടോ. ഞാനിങ്ങനെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ സ്പീഡിലിട്ടിട്ടാണല്ലോ വീഡിയോ ആക്കാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ആദ്യമായിട്ട് വരച്ചതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഇതിന് കാണാനുണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ വരച്ചു. ഫസ്റ്റ് ഇങ്ങനെയൊക്കെ വരച്ചു വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായിണ്ടായില്ല കേട്ടോ. ഞാനിത് വെച്ച് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വരെ വിചാരിച്ചു. ഒട്ടും വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ലാസ്റ്റ് നല്ല അടിപൊളി റിസൾട്ടാണ്. ലാസ്റ്റ് ഇത് വരച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ഇതിങ്ങനെ വരച്ചിരുന്ന് കഴിഞ്ഞാൽ തന്നെ ലാസ്റ്റ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അത്യാവശ്യം നല്ല പോലെ സമയം നമ്മുടെ പോയി കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. പക്ഷെ നല്ല ക്ഷമ വേണം. ഇത് ലാസ്റ്റ് നമ്മളിത് വരച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയിലുള്ള ഓരോ ഇതുകൾ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും. നമ്മളിങ്ങനെ പതുക്കെ വെച്ചിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. പിന്നെ ഞാനിത് ബ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചത്. ബ്ലൂ ആണ് ഞാൻ വരച്ചത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെൻ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ബ്ലൂ വെച്ചിട്ടാണ് വരച്ചത്. പിന്നെ നമ്മൾ സാധാ പെൻ പോരല്ലോ, അത് കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ സാധാ ബ്ലാക്ക് പെൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പെൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബ്ലൂ വെച്ചിട്ടാണ് വരച്ചത്. ബ്ലൂ വെച്ചിട്ട് വരച്ചപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ്. എല്ലാവരും ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്യുക ഒരുവിധം. ബ്ലൂ വെച്ച് ചെയ്യണവരുണ്ട്. ഞാനപ്പോൾ ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഫക്റ്റ് കൊടുത്തിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ആക്കി എടുത്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ലാസ്റ്റ് വരച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പൊള്ളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും വരയ്ക്കണം കണ്ടിട്ട് പറയുകയാണേ. നന്നായി വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലാണ് കേട്ടോ അതുപോലെ വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ഇതുപോലെ വരയ്ക്കാൻ പറ്റില്ല. പിന്നെ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കൊന്നും ഇതൊന്നും വരയ്ക്കാൻ പറ്റണത് കാര്യമല്ലാന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എനിക്കൊട്ടും വരയ്ക്കണ കാര്യത്തിൽ എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കും. കറക്ഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് മായ്ച്ച് കളഞ്ഞ് വീണ്ടും വരച്ച് നമ്മളൊരു ഏകദേശം ഒരു ഐഡിയയിൽ എത്തുമ്പോൾ ആ ഒരു പെൻസിൽ വെച്ച് മായ്ച്ച് കളഞ്ഞ ആ ഒരു പാട് വെച്ചിട്ടാണ് വരയ്ക്കണത് കേട്ടോ. അങ്ങനെ വരയ്ക്കാൻ അറിയാത്തവർക്ക് വരയ്ക്കാൻ പറ്റില്ല. അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള വരകളൊന്നുമല്ല കേട്ടോ അതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാനങ്ങനെ വരച്ചതിൻ്റെ ആ ഒരു മായ്ച്ച പാടുകളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.